മൗലവി സ്മാരക പുരസ്കാര സമർപ്പണമാണ്. ഈ പുരസ്കാരത്തിനായി ഈ വർഷം അർഹനായിരിക്കുന്നത് പ്രസിദ്ധ പത്രപ്രവർത്തകനായ ശ്രീ TJS ജോർജാണ്. അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു എഴുത്തുകാരനും കോളമിസ്റ്റും ഒക്കെയാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ എനിക്ക് ഓർക്കാൻ കഴിയുന്നൊരു ഗ്രന്ഥം വി.കെ. കൃഷ്ണമേനോൻ്റെ ഗ്രന്ഥം, പിന്നെ സുബ്ബലക്ഷ്മിയെ കുറിച്ചുള്ളത്, വർഗീസിനെ കുറിച്ച്, കൂടാതെ പോത്തൻ ജോസഫിനെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫി ഉണ്ട്. ആ പോത്തൻ ജോസഫ് മലയാളികൾ ലോകത്തിന് സംഭാവന ചെയ്ത അപൂർവം പത്രപ്രവർത്തകരുള്ള ഒരാളാണ് പോത്തൻ ജോസഫ്. കേരളം ഇന്നും ഓർക്കാത്ത ഒരു വ്യക്തിത്വമാണ്. അത് TJS ജോർജ് ഓർത്തെടുക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, അദ്ദേഹം ഡോണിൻ്റെ എഡിറ്ററായിരിക്കുമ്പോൾ അതിൻ്റെ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നത് വക്കമൗലവിയുടെ സഹോദരിയുടെ പുത്രനായിരുന്നു. അത് ഒരുപക്ഷെ അത് ശ്രദ്ധിക്കാതെ പോയി. MA ഷക്കൂർ സാഹിബ് വിഭജനാനന്തരം പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അപരത്വം കൽപ്പിക്കുകയും പോത്തൻ ജോസഫ് നമ്മളായിട്ട് മാറുകയും ചെയ്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. TJS ജോർജ് അത് വാസ്തവത്തിൽ അത് അറിഞ്ഞില്ലായിരുന്നു. പിന്നീട് എന്നോട് ഒരിക്കൽ പറഞ്ഞു, ആ വിശദാംശങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു. പോത്തൻ ജോസഫിൻ്റെ ജീവചരിത്രം പോലെ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുരസ്കാര ലിസ്റ്റ് വായിച്ചാൽ തന്നെ പത്മശ്രീ ഉൾപ്പെടെയുള്ള ധാരാളം പുരസ്കാരങ്ങൾ, സാഹിത്യ അക്കാദമി പുരസ്കാരം, CH മുഹമ്മദ് കോയ പുരസ്കാരം തുടങ്ങി ധാരാളം, കമലാ സുരയ്യ പുരസ്കാരം, ഇതൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. TJS ജോർജിന് ഒരു സന്ദേശം കൊടുക്കാനുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ശ്രീ സജി ജെയിംസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി ഈ പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ശ്രീ സുനിൽ ഇടയളത്തെ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കാനായി സജി ജെയിംസും മുന്നോട്ട് വരണം. ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് 1928 തുമ്പമൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച തയ്യൽ ജേക്കബ് സോണി ജോർജ് എന്ന TJS ലോകം മുഴുവൻ വളർന്ന ഒരു പത്രപ്രവർത്തകനാണ്. ഒരുപാട് പുരസ്കാരങ്ങളുടെ പട്ടിക അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെങ്കിലും മലയാളി വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വേദനയ്ക്ക് ചെറിയൊരു പരിഹാരമാണ് ഈ പുരസ്കാരം. സാമൂഹ്യ പ്രതിബദ്ധതയാണ് പത്രപ്രവർത്തകൻ്റെ മൂലധനമെന്നും പ്രധാനപ്പെട്ട ആയുധമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നിശിതമായ എഴുത്തുകൊണ്ട് അദ്ദേഹം അത് തെളിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കോളം നമുക്കറിയാം, പോയിൻ്റ് ഓഫ് വ്യൂ. 2 വർഷം മുമ്പ് അത് അവസാനിപ്പിച്ചതാണ്. പക്ഷെ അതിലെ ആ ഓരോ ആഴ്ചയും വന്നിരുന്ന ആ കോളം എത്രമാത്രം ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്, നേരിട്ടറിയാവുന്നതാണ്. ആ കോളത്തിൻ്റെ അവസാന കാലങ്ങളൊക്കെ ഇന്ത്യയെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയെ വളരെ നിശ്ചിതമായി അദ്ദേഹം വിമർശിച്ചിരുന്നു, വെളിപ്പെടുത്തിയിരുന്നു.
ഇപ്പോൾ അത്തരമൊരു കോളം നമുക്കെങ്ങും കാണാൻ കഴിയില്ല. ഒരു പ്രവചന സ്വഭാവം അദ്ദേഹത്തിൻ്റെ കോളങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ശരി. ഉദാഹരണം പറഞ്ഞാൽ, ഇടയ്ക്ക് കൊച്ചിയിലെ നമ്മുടെ ഓഫീസിൽ അദ്ദേഹം വരും. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ കോളം ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കും. അങ്ങനെ ഒന്ന് വായിക്കുമ്പോൾ ഇപ്പോൾ ACC പ്രസിഡൻ്റായ മല്ലികാർജുൻ ഖാർഗെ പറ്റി അദ്ദേഹം വളരെ, അന്ന് ഖാർഗെ അവിടെ കർണാടകയിലെ ഒരു ചെറിയ കോൺഗ്രസിൻ്റെ നേതാവ്, ഇദ്ദേഹം ഭാവിയിൽ വലിയൊരു നേതാവാകും എന്ന് വിജയസ് എൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു, സാർ അത് എങ്ങനെ സംഭവിക്കും? കർണാടകയിലെ ഒരു ചെറിയ, പക്ഷെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡൻ്റായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ റോള് ഖാർഗെയ്ക്കുണ്ടായിരുന്നു ഇലക്ഷൻ കാലത്ത്. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു, സാറിൻ്റെ ഒരു കോളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പുള്ളി പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, കെട്ടുകയാണെന്ന് അയക്കാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ സാമൂഹ്യ പ്രതിബദ്ധത പത്രപ്രവർത്തനത്തിൽ ആവശ്യമാണ് എന്ന അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാന്തം അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് 50കളുടെ അവസാനത്തിൽ BK സഹായി എന്ന ബീഹാർ മുഖ്യമന്ത്രി വിമർശിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയതിന് അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടത്. ഒരാഴ്ചയോളം ജയിലിൽ കിടന്നായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഘോഷയാത്ര എന്ന പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത്. അന്ന് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തെത്തിയവർ VK കൃഷ്ണമേനോനും മുതൽ ശ്രീകണ്ഠൻ നായർ വരെ ശക്തമായൊരു പ്രതിഷേധമാണ് അന്ന് അവിടെ സംഘടിപ്പിച്ചത് ബീഹാറിൽ. പിന്നീട് ഹോങ്കോങ്ങിൽ പോവുകയും അവിടെ ഒരു പതിറ്റാണ്ട് പത്രപ്രവർത്തനത്തിൽ വ്യാപൃതനാവുകയും ചെയ്തെങ്കിലും തിരിച്ച് ഇന്ത്യയിലേക്കെത്തി വീണ്ടും അദ്ദേഹം സജീവമായി തൻ്റെ തൂലിക ചലിപ്പിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഞങ്ങളുടെ ഒരു കാരണവരാണ്, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് കുടുംബത്തിലെ ഒരു കാരണവർ. കൃത്യമായി തെറ്റ് കണ്ടാൽ വിളിച്ചു പറയുകയും നല്ല വഴക്ക് പറയുകയും നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് എഴുതുകയും കത്ത് ആയിട്ട് തന്നെ എഴുതി അയക്കുകയും ചെയ്യുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വളരെ ബഹുമാനം തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകിയതിൽ അങ്ങേയറ്റം സന്തോഷവും രേഖപ്പെടുത്തട്ടെ. അദ്ദേഹം അയച്ചു തന്ന സന്ദേശം ഞാനിവിടെ വായിക്കാം. ബഹുമാന്യരെ, കേരളത്തിൻ്റെ നവോത്ഥാന നായകരിൽ വേണ്ട വിധം പരാമർശിക്കപ്പെടാതെ പോയ പത്രപ്രവർത്തകരാണ് വക്കം മൗലവി. എങ്കിലും അദ്ദേഹത്തിൻ്റെ കീർത്തിയും പ്രാധാന്യവും കാലത്തെ അതിജീവിക്കുന്നു. നമ്മുടെ ഈ കൂടിച്ചേരലും അതിൻ്റെ ഭാഗമാണല്ലോ. പത്രപ്രവർത്തകൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നതിൽ അത്ഭുതപ്പെടുന്നവരുണ്ടാകും. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന ധീരനായ പത്രാധിപരെ സൃഷ്ടിച്ച പത്രമുടമ എന്നാണ് പൊതുവെ പറയാറ്. എന്നാൽ പ്രസ് നടത്തി പത്രാധിപർക്ക് സ്വാതന്ത്ര്യം നൽകിയ ഉടമ എന്നതിനേക്കാൾ സ്വദേശാഭിമാനിയുടെ ഉള്ളടക്കം തീരുമാനിക്കുന്നതിൽ ജനാധിപത്യപരമായ ജാഗ്രത പുലർത്തിയ പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. പത്രപ്രവർത്തനം എൻ്റെ തലമുറയ്ക്കും തൊട്ടുമുന്നിലെയും തൊട്ടുപിന്നിലെയും തലമുറയ്ക്കും സത്യസന്ധമായ ജോലിയാക്കി മാറ്റുന്നതിൽ വക്കം മൗലവിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും വഹിച്ച പങ്ക് വളരെ വലുതാണ്. മാധ്യമപ്രവർത്തകർ സത്യസന്ധത കൈവിടരുത്. അത് രണ്ടും നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന നിമിഷം മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. വക്കം മൗലവിയെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ അറിയിക്കാനും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന ശ്രമങ്ങളെ അഭിനന്ദിക്കട്ടെ. വക്കം മൗലവിയുടെ പേരിലുള്ള ഈ അവാർഡിന് എന്നെ പരിഗണിച്ചത് അഭിമാനമായി കാണുന്നു. ഏറെ സന്തോഷമുണ്ട്. വളരെ നന്ദി. TJS ജോർജ്. നന്ദി.